അലം തറ നീ കാണുന്നില്ലേ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരും അണിനിരന്നു വായുവിൽ ചിറകു വിടർത്തിക്കൊണ്ടുള്ള പറവകളും യുസബ്ബിഹു ലഹു അല്ലാഹുവിനെ തസ്ബീഹ് ചെല്ലുന്നു, അല്ലാഹുവിന്റെ മഹത്വത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നീ കാണുന്നില്ലേ? എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു, അല്ലാഹുവിന്റെ മഹത്വം പ്രകീർത്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് എങ്ങനെയെന്ന് അറിയില്ല. എല്ലാത്തിനും തന്നെ അതതിൻ്റെ നമസ്കാരവും തസ്ബീഹും അറിയാവുന്നതാണ്. എല്ലാത്തിനും അള്ളാഹു അതിന് എങ്ങനെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം എന്ന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ അവർ ചെയ്യുന്നതിനെ പറ്റി അള്ളാഹു അറിയുന്നവനാകുന്നു. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അല്ലാഹുവിനാകുന്നു. ഇലല്ലാഹിൽ മസീർ അല്ലാഹുവിങ്കലേക്കാകുന്നു മടങ്ങിയെത്തലും. എല്ലാ അല്ലാഹുവിലേക്ക് തിരിച്ചെത്തും. അവർ ഒന്നിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, ഒരു കൊമ്പുള്ള ആട് ഒരു കൊമ്പില്ലാത്ത ആടിനെ കുത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അതിനോട് പകരം വീട്ടാൻ പറയും, പിന്നീട് അത് മണ്ണായി പോകാൻ പറയും. പക്ഷെ നമ്മളെ കാര്യം അതല്ല. നമ്മളാണ് വാഹനം ഓടിക്കുന്നത്, നമ്മളാണ് മൊബൈൽ ഉപയോഗിക്കുന്നത്, നമ്മളാണ് വസ്ത്രം ധരിക്കുന്നത്, നമ്മളാണ് പേന കൊണ്ട് എഴുതുന്നത്. അപ്പം മറ്റു ജീവജാലങ്ങളെപ്പോലെ ആകില്ലല്ലോ നമ്മൾ. ഓരോ വസ്തുവും തന്നെ അള്ളാഹു അതതിനെ നിശ്ചയിച്ചു കൊടുത്ത സ്തോത്ര കീർത്തനങ്ങളും കർമ്മങ്ങളും നിർവിഘ്നം നടത്തി വരുന്നു. അതതിൻ്റെ ചുമതല നിർവഹണത്തെ പറ്റി ഓരോന്നിനും ശരിക്കും അറിയുകയും ചെയ്യാം. അലം തറ നീ കണ്ടില്ലേ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുവല്ലിഫു ബൈനഹു നീ കാണുന്നില്ലേ അള്ളാഹു കാർമേഘത്തെ പതുക്കെ തെളിച്ചു കൊണ്ടുവരുന്നു. ഈ കാർമേഘങ്ങൾ ഇങ്ങനെ പോകുന്നത് എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണ്. അള്ളാഹു പറയുന്നു, ഞാനാണ് അതിനെ തെളിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ 1400 വർഷം മുമ്പാണ് ഇത് പറയുന്നത്. നോക്കണം, അന്ന് ഈ മഴമേഘങ്ങളെ പറ്റിയോ കാർമേഘങ്ങളെ പറ്റിയോ ജലചക്രത്തെ പറ്റിയോ ഒന്നും അറിയില്ല. എല്ലാ നിലക്കും യുക്തിയും ബുദ്ധിയും മനസ്സും ശരീരവും എല്ലാം അള്ളാഹുവിൻ്റെ മതത്തിലേക്ക് കിട്ടും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ. അപ്പോഴാണ് നമ്മൾ പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതൊരു ദൈവവുമില്ലെന്നും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതൻ. അതോടുകൂടി അള്ളാഹുവിലേക്ക് കീഴ്പ്പെട്ടു, മുസ്ലിമായി. ദൈവത്തിന് കീഴ്പ്പെടലാണ് മുസ്ലിം എന്ന വാക്കിൻ്റെ അർത്ഥം. പിന്നീട് ആ മേഘത്തെ അതിനിടയിൽ ഇണക്കി ചേർക്കുന്നു, പിന്നീട് അതിനെ അട്ടിയാക്കുന്നു എന്ന് നീ കാണുന്നില്ലേ? ഇതെല്ലാം ചെയ്യുന്നവനാണ് അള്ളാഹു. കൃത്യമായി എന്തെങ്കിലും ഒരു നിലക്കുള്ള ഇതിൽ അശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതും ചിന്തിച്ച് നോക്കണം. യഖ്റുജു മിൻ ഖിലാലിഹി വയുനസ്സിലു മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദിൻ ഫയുസീബു ബിഹി മൻ യശാഉ വയുസ്രിഫുഹു അമ്മൻ യശാഉ അങ്ങനെ അതിനിടയിൽ കൂടി മഴ പുറത്തു വരുന്നതായി നീ കാണുന്നു. ആകാശത്ത് നിന്ന് ഹിമക്കട്ടയായി അതിൽ സ്ഥിതി ചെയ്യുന്ന മലകളെ കൂമ്പാരങ്ങളെ അവൻ ഇറക്കി വിടുകയും ചെയ്യുന്നു. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനെ ബോധിപ്പിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അത് ബാധിക്കാതെ തിരിച്ചു വിടുകയും ചെയ്യുന്നു. അതുകൊണ്ടുള്ള ഉപദ്രവങ്ങളെ ബാധിക്കാതെ അള്ളാഹു അവരിൽ നിന്ന് തിരിച്ചു വിടുന്നു. അതിലെ മേഘത്തിലെ മിന്നലിൻ്റെ തിളക്കം കാഴ്ചകളെ റാഞ്ചിക്കൊണ്ടു പോകുമാറാകും. ഇടിമിന്നൽ വളരെ വലിയ അത്ഭുതമാണ്. ഓരോ ഇടിനാദും അള്ളാഹുവിനെ സ്തുതിക്കുകയാണത്. സുബ്ഹാനല്ലാഹ്. ഇത് നമ്മൾ സൂറത്ത് നൂറിലെ 43-ാമത്തെ വചനാണ്.